പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞായറാഴ്ചകളിലെ വചന വിചിന്തന ഭക്തിയായ വിളക്കിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കൈത്താക്കാലത്തിൻ്റെ 5-ാമത്തെ ഞായറാഴ്ചയാണ് നമ്മൾ പ്രാർത്ഥനാപൂർവം ഇപ്പോൾ ആയിരിക്കുന്നത്. അതിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. കഷ്ടപ്പാടിൻ്റെയും കുറച്ച് ദുരിതങ്ങളുടെയും ഒക്കെ നാളുകളാണ് കഴിഞ്ഞ 1-2 ആഴ്ചകളായി നമ്മളെ കടന്നു പോകുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കൈ പിടിച്ച് ധൈര്യത്തോടെ വിശ്വാസത്തോടെ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തുന്നതും പിന്നീട് അശുദ്ധാത്മാവിനെ കുറിച്ച് കരുതിയിരിക്കണമെന്നുള്ള ഈശോയുടെ മുന്നറിയിപ്പും ഒക്കെയാണ് ഈ തിരുവചന ഭാഗങ്ങളിലുള്ളത്. പുറമേ നിന്നും അകമേ നിന്നും ആക്രമണങ്ങൾ ആളുകൾ ഏൽക്കുന്ന ഒരു സമയമാണിത്. സൂചിപ്പിച്ചതുപോലെ വലിയ വെള്ളപ്പൊക്കം, പേമാരി, പെരുമഴ, കാറ്റ്, ഉരുൾപൊട്ടൽ, അങ്ങനെ പുറമേ നിന്ന് മനുഷ്യനെ അപ്രതീക്ഷിതമായിട്ട് വന്ന് ആക്രമിച്ച് ബുദ്ധിമുട്ടിക്കുന്ന വലിയ ദുരിതത്തിൻ്റെ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പുറമേ നിന്നുള്ള ഈ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഇതൊരു അസുഖ കാലം കൂടിയാണ്. പനികളുടെ ഒരു വലിയ പൊട്ടിപ്പുറപ്പെടൽ ഈ നാളുകളിൽ ഒത്തിരിയേറെ സ്ഥലങ്ങളിലുണ്ട്. ഒത്തിരിയേറെ പേര് പലതരത്തിലുള്ള അസുഖബാധിതരായി ആശുപത്രികളിൽ ചികിത്സ തേടുന്നു. പുറമേ നിന്നും അകമേ നിന്നും കഷ്ടപ്പാടുകൾ ആളുകൾക്ക് വരുന്ന ഒരു സമയമാണിത്. പുറമേ നിന്ന് വരുന്ന കാര്യങ്ങളുടെ ചില മുന്നറിയിപ്പുകളൊക്കെ നമുക്കുണ്ട്. ഈ നാളുകളിലൊക്കെ കാലാവസ്ഥാ മുന്നറിയിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. മഴ പെയ്യുമോ, അത് എത്ര കട്ടിയിലുള്ളതായിരിക്കും, അത് പലപ്പോഴും റെഡ്, ഓറഞ്ച്, മഞ്ഞ അലർട്ടുകളൊക്കെ ആയി നമുക്കതിൻ്റെ ഭീകരതയും അതിൻ്റെ തീവ്രതയും ഒക്കെ അറിയാനും കരുതിയിരിക്കാനും സാധിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഉള്ളിൽ നിന്നുണ്ടാകുന്ന ചില അസുഖങ്ങൾ അത് അപ്രതീക്ഷിതമായിട്ട് വരുന്നതാണ്. അത് ആളുകളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയും ദുരിതത്തിലാക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷം ഉള്ളിൽ നിന്നുള്ള വലിയ ഒരു ആക്രമണത്തിനെതിരെ കരുതിയിരിക്കണമെന്നുള്ള ഈശോയുടെ ഓർമ്മപ്പെടുത്തലാണ്. അത് തിന്മ, പിശാച്, തിന്മയുടെ പ്രവർത്തനങ്ങൾ ഒരാളിൽ സംഭവിച്ചു കഴിയുമ്പോൾ അത് ഉള്ളിൽ നിന്ന് മനുഷ്യനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന വലിയ ദുരിതത്തിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്. അത് നമ്മിൽ പ്രവർത്തിച്ച് നമ്മളറിയാതെ നമ്മളെ ഒരുപക്ഷെ തീർത്ത് കളയുന്ന, ഇല്ലാതാക്കി കളയുന്ന വലിയ ദുരിതത്തിലേക്ക് പോകും. അതുകൊണ്ട് തിന്മയെക്കുറിച്ച്, ഉള്ളിൽ നിന്ന് ഉണ്ടായി വരുന്ന ആക്രമണങ്ങളെക്കുറിച്ച് കൂടുതൽ കരുതിയിരിക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷം നമുക്ക് പരിചിതമാണ്. ഈശോ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിച്ചു. ആ പിശാച് പുറത്തു പോയപ്പോൾ ആ വ്യക്തി നന്നായി സംസാരിച്ചു. പക്ഷേ അതൊക്കെ കണ്ടപ്പോൾ ചിലർ പറഞ്ഞത് ബേൽസബൂലിനെ കൊണ്ടാണ്. ഈശോ പറഞ്ഞല്ല, ദൈവത്തിൻ്റെ കരം കൊണ്ടാണ്. ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തോടു കൂടിയായിരിക്കുക എപ്പോഴും. എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്. ദൈവത്തിൻ്റെ കൂടെ ആയിരുന്ന് പിശാചിനെ നിരന്തരമായി അകറ്റി നിർത്തണമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുന്നത്. ചില ധ്യാന വിചാരങ്ങൾ പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പിശാച് ഈ ഒരു മനുഷ്യനിൽ നിന്ന് പുറത്തു പോയപ്പോൾ അയാൾ സംസാരിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു. അയാളുടെ സംസാരശേഷിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ തിന്മയുടെ ഒരു സ്വാധീനം അയാളുടെ ഉള്ളിൽ കയറിക്കൂടിയിരുന്നു. ആ തിന്മ, പിശാച് പുറത്തു പോയപ്പോൾ, ഈശോയുടെ ഇടപെടലിലൂടെ അത് പുറത്തു പോയപ്പോൾ അയാൾ സ്വാഭാവികമായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, നമ്മളെയും പിശാചിൻ്റെ പിടിയിലേക്ക് കൊണ്ടുപോകുന്ന ഇത്തരം നമ്മുടെ സ്വാഭാവികമായ സംസാരവും ഇടപെടലും ഒക്കെ മുടക്കിക്കളയുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മളിലും ഉണ്ടോ എന്ന് നോക്കണം. അതൊരു പക്ഷേ ഒരു പിശാചിൻ്റെ ഒരു പൈശാചിക ആക്രമണം പോലെ വലിയ രീതിയിലാവണമെന്നില്ല, ചെറിയ രീതിയിലായിരിക്കാം പിശാച് നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ആരോടെങ്കിലുമൊക്കെ ഒരു പകയോ വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ, ചിലപ്പോൾ മറ്റുള്ളവരുടെ നന്മകൾ കാണുമ്പോൾ അസൂയയൊക്കെ മൂലം നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ, സ്വാഭാവികമായി മിണ്ടാനുള്ള ആ ഒരു സന്നദ്ധതയും ഹൃദയത്തിൻ്റെ നന്മയും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ
നമ്മൾ അവരോട് മിണ്ടാതെ ബോധപൂർവമായ ഒരു അകലം പാലിച്ച് മൗനം പാലിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ ഒരു തിന്മയുടെ പിടിമുറുക്കമുണ്ട്. അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിനാണ് പറ്റുന്നത്. ഈശോ ഈ മനുഷ്യനെ, അവനിലെ തിന്മയെ ശകാരിച്ചപ്പോൾ തിന്മ പുറത്തുപോയി. ദൈവത്തിൻ്റെ അടുത്തേക്ക് വരിക, ദൈവികമായ കാര്യങ്ങളിൽ ഇടപെടുക, അപ്പോൾ നമ്മളിൽ നിന്ന് തിന്മ പുറത്തു പോകുമെന്ന് ഈശോ പറയുന്നു. നമുക്ക് മറ്റുള്ളവരോട് സ്വാഭാവികമായി മിണ്ടുന്നതിന് തടസ്സമുള്ള, അവരോട് സ്നേഹം പങ്കുവയ്ക്കുന്നതിനും അടുത്ത ഇടപഴകുന്നതിനുമൊക്കെ തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും തിന്മയുടെ സ്വാധീനത്തിൽ നമ്മൾ ഈ നാളുകളിൽ പെട്ടുപോയി അവരിൽ നിന്ന് ബോധപൂർവമായ ഒരു അകലം പാലിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തണമെന്നും നമ്മളതിനെക്കുറിച്ച് ബോധവാന്മാരാകണം. അതിന് ആ തിന്മയുടെ സ്വാധീനത്തെ പുറത്തു കളയാനുള്ള ദൈവിക കാര്യങ്ങളിലേക്ക് ബോധപൂർവം ഇടപെടണമെന്നും ഈശോ ഒന്നാമതായി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഈശോ പറയുന്നല്ലോ, അന്തഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഛിദ്രമുള്ള ഭവനവും വീണു പോകും. ഉള്ളിൽ പ്രശ്നങ്ങളുള്ളപ്പോഴാണ് അത് പെട്ടെന്ന് വീണു പോകുന്നതും ശക്തി ക്ഷയിക്കുന്നതും. ഈശോ രാജ്യത്തിൻ്റെയും വീടുകളുടെയും മനുഷ്യൻ്റെയും ഒക്കെ കാര്യം പറയുന്നതാണ്. പുറമേ നിന്നുള്ള ആക്രമണത്തെ ഒരു സമൂഹം, ഒരു രാജ്യം ഒരുമിച്ച് നേരിടുമ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കും. ഒരു വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. പക്ഷേ ഉള്ളിൽ നിന്ന് തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയാൽ അത് അതിനെ നശിപ്പിച്ച് നിർത്തുകയുള്ളൂ. നമ്മൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ ഏറ്റവും പേടിക്കുന്നത് അതുകൊണ്ടാണ്. സാധാരണ പറയാറുള്ള ഒരു ചിന്ത ഇങ്ങനെയുണ്ട്: നത്തിങ് ക്യാൻ ഡിസ്ട്രോയ് അയൺ ബട്ട് ഇറ്റ്സ് ഓൺ റസ്റ്റ് ക്യാൻ. ഇരുമ്പിനെ നശിപ്പിക്കാൻ ഒന്നിനും പറ്റില്ല, പക്ഷേ ഇരുമ്പിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന തുരുമ്പ് ആ ഇരുമ്പിൻ്റെ ആ ഒരു കാഠിന്യത്തെ, അതിൻ്റെ ദൃഢതയെ, അതിൻ്റെ ഉറപ്പിനെ നശിപ്പിച്ച് കളയും, അതിനെ പയ്യെ പയ്യെ ഇല്ലാതാക്കും. നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട, മുൻകരുതലെടുക്കേണ്ട, ജാഗ്രത കാണിക്കേണ്ട, എന്നാൽ പലപ്പോഴും നിസ്സാരമെന്നോ അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നോ കരുതി തള്ളിക്കളയുന്ന നമ്മുടെ ഉള്ളിൽ നിന്നുള്ള തിന്മയുടെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ജാഗ്രത ഉണ്ടാവണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. ക്യാൻസറിനെ പേടിക്കുന്നത് പോലെ തന്നെ ആത്മീയതയുടെയും പ്രാർത്ഥനയുടെയും കുമ്പസാരത്തിൻ്റെയും ഒന്നും ഇല്ലായ്മകളെ നമ്മൾ പേടിക്കണം. ഒരാൾ ദൈവത്തിൽ നിന്ന് അകന്ന് പ്രാർത്ഥനാ ജീവിതം വേണ്ടെന്ന് വെച്ച് കുമ്പസാരത്തിൻ്റെക്ക് അണയാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ നന്നായി പേടിക്കണം. കാരണം അത് തിന്മയുടെ വലിയൊരു പിടുത്തത്തിലാണ്. ഈശോ അതിനുള്ള ഒരു പ്രതിവിധി പറയുന്നു. അതാണ് മൂന്നാമത്തെ കാര്യം. ഈശോ പറയുന്നത് ഇങ്ങനെയാണല്ലോ: എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. നമ്മൾ ആരുടെ കൂടെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈശോയുടെ കൂടെയാണോ? ചിലരോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഇന്നയാളുടെ കൂടെയാണ്, ഞാൻ ഇന്ന പ്രസ്ഥാനത്തിൻ്റെ കൂടെയാണ്. നമ്മൾ ആരുടെ കൂടെയാണ്? ഈശോയുടെ കൂടെ നിൽക്കുന്നവർക്ക് ആത്യന്തികമായി തിന്മയെ ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് ജീവിതത്തിൻ്റെ ഏതവസരത്തിലും ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണോ, ദൈവത്തിന് ചേർന്ന രീതിയിലാണോ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാണോ, അതെയോ ദൈവത്തെ മറന്നു കഴിയുമ്പോൾ തിന്മ എന്നിലേക്ക് പതിയെ പ്രവേശിക്കാനുള്ള വഴി ഒരുക്കുന്ന രീതിയിലാണോ എൻ്റെ സംസാരവും പെരുമാറ്റവും ഇടപെടലുകളും പോകുന്നതെന്ന് നമ്മൾ ശ്രദ്ധാപൂർവം ചിന്തിക്കണം. ദൈവത്തോടു കൂടെ അല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് നമ്മൾ പിശാചിൻ്റെ കൂടെയാണ്. ദൈവത്തോടു കൂടെ അല്ലെങ്കിൽ പിന്നെ നമുക്കുള്ള ഒരു ഓപ്ഷൻ തനിയെ നിൽക്കാനല്ല, അറിയാതെ പിശാചിൻ്റെ കൂടയിലേക്ക് പോകാനുള്ളതാണ്. നമ്മളറിയാതെ തന്നെ പിശാച് അങ്ങനെ അവസരത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കയറുകയും ചെയ്യും. പിശാചിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു നിരന്തര ശ്രമം നമ്മളിൽ ഉണ്ടാവണം. അതാണ് ഈശോ ഈ തിരുവചന ഭാഗത്തിൻ്റെ 2ാം ഭാഗത്ത് പറയുന്നത്. ഒരു മനുഷ്യനിൽ നിന്ന് പുറത്തിറങ്ങിപ്പോകുന്ന പിശാച് പിന്നീട് അവൻ തിരിച്ചു വരാനിടയായാൽ 7 ഇരട്ടി ശക്തിയോടുകൂടിയായിരിക്കും മടങ്ങി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിരന്തരമായ ഒരു ആത്മീയ കരുതൽ വേണം. ഈശോ പറഞ്ഞല്ലോ, ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ എല്ലാം സുരക്ഷിതമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ കാവലായി, കരുതലായി ശക്തനായ ഈശോ നിൽക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു തിന്മയും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കില്ല എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലുകൂടെയാണ് ഈശോ നമുക്ക് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിന് ആരാണ് കാവൽ നിൽക്കുന്നത്? ഈശോയാണോ? നമ്മുടെ പ്രശസ്തിയാണോ? നമ്മുടെ പണമാണോ?
നമ്മുടെ ചില ശീലങ്ങളോ ദുശീലങ്ങളോ ഒക്കെയാണോ? നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അതാണ് കാവൽ. നമ്മുടെ ജീവിതത്തെ പൊതിഞ്ഞു നിൽക്കുന്നത് എന്താണ്? ഈശോ കാവൽ നിൽക്കുന്ന, ദൈവം സംരക്ഷണം ഒരുക്കുന്ന ഒരാത്മീയ ജീവിതത്തിൻ്റെ കരുത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചാൽ തിന്മ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അറിയാതെ പടർന്നു കയറുന്നത് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ക്യാൻസറിനേക്കാൾ ഭയപ്പെടേണ്ടതാണ് ഉള്ളിൽ കയറിക്കൂടുന്ന തിന്മയുടെ സാന്നിധ്യമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ ഉള്ള് കൂടുതൽ വൃത്തിയാക്കാം, വെണ്മയാക്കാം, ഉള്ളിനെക്കുറിച്ച് കൂടുതൽ ജാഗ്രതയുള്ളവരാവാം. പുറമേ നമ്മൾ ശ്രദ്ധിക്കും, കാരണം ആളുകൾ കാണുന്നവരാണ്. അത് കണ്ട് നമ്മളെ വിലയിരുത്തുമെന്ന് കരുതി നമ്മളെപ്പോഴും പുറം മിനുക്കും, പുറം മോടിയിൽ ശ്രദ്ധിക്കും. എന്നാൽ ഉള്ളു കാണുന്നത് ദൈവമാണ്. ദൈവം കാണുന്ന ഉള്ളിനെ കൂടുതൽ നന്മയും വെണ്മയും ഉള്ളതാക്കി നിർത്താനുള്ള നിരന്തരമായ പരിശ്രമവും പിശാചിനെ ഒഴിവാക്കാനുള്ള വലിയ ജാഗ്രതയുടെയും ശ്രദ്ധയുടെയും ഓർമ്മപ്പെടുത്തലുമാണ് ഇന്നത്തെ സുവിശേഷം നൽകുന്നത്. ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും കൂട്ടുപിടിച്ച് പിശാചിനെ ഒഴിവാക്കി ദൈവത്തിൽ ശക്തി പ്രാപിച്ച് മുമ്പോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.